പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ നിന്നെ തന്നെ ആർക്കാണ് സമർപ്പിക്കുന്നത്? ചോദ്യം 2: നിന്റെ മക്കളെ നീ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? എന്താണ് ചോദ്യം? നിന്നെ തന്നെ ആർക്കാണ് സമർപ്പിക്കുന്നത്? നിന്റെ മക്കളെ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഇന്നത്തെ തിരുനാൾ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ, ദ പ്രസൻറ്റേഷൻ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും കൂടെ നിയമമനുസരിച്ച് കുഞ്ഞു പിറന്ന് 40-ാം ദിവസം അമ്മയുടെ ശുദ്ധീകരണത്തിനും കുഞ്ഞിൻ്റെ സമർപ്പണത്തിനുമായി ദേവാലയത്തിലേക്ക് വരികയാണ്. ഈശോയെ അവർ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. നമ്മൾ സന്തോഷകരമായ രഹസ്യങ്ങളുടെ 4-ാം രഹസ്യത്തിൽ ധ്യാനിക്കുന്ന ആ പ്രസൻറ്റേഷൻ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ സമർപ്പണം. ശിമിയോൻ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ആനന്ദഗാനം പാടുന്ന ആ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈശോയുടെ ഈ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ സമർപ്പണത്തെ കൂടെയാണ്. ഈശോ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവരാണ്. ഈശോ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ഈശോ എങ്ങനെയാണ് വളർന്നത്? ഈശോ ജ്ഞാനത്തിലും കൃപയിലും വളർന്നു ശക്തനായി എന്നാണ് പറയുന്നത്. ഒരാൾ ശക്തനായി തീരണമെങ്കിൽ വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാനുള്ള കഴിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. കാര്യങ്ങളെ ദൈവഹൃദയത്തോടുകൂടെ അപഗ്രഥിക്കാനുള്ള കഴിവാണ് ജ്ഞാനം. ഈശോ ജ്ഞാനത്തിൽ വളർന്നു. അത് കേവലം ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ജനറൽ നോളജ് അല്ല, GK അല്ല, വിസ്ഡം. വിസ്ഡം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാനുള്ള കഴിവാണ്. 2, കൃപയിൽ വളർന്നു. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ഈശോ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, കൃപ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഈശോ ശക്തനായി. നമ്മുടെ ഇന്നത്തെ ശക്തി എന്തിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ ശക്തരാകുന്നത്? ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ശക്തരാകും എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മെ ശക്തരാക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനവും കൃപയുമാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം: നീ ആർക്കാണ് നിന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം എന്ന കണക്കാണോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ലോകത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നതുപോലെയാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അതാണ് ചോദ്യത്തിൻ്റെ ഒന്നാം ഭാഗം. 2-ാം ഭാഗം കൂടുതൽ അപകടകരമാണ്. കാരണം അതിൻ്റെ മേൽ നമുക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. കാരണം നിൻ്റെ മക്കളെ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആർക്ക് സമർപ്പിക്കപ്പെട്ടതുപോലെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിയന്ത്രണമില്ല എന്നില്ല, നമുക്ക് നിയന്ത്രണമുണ്ട്. നമ്മൾ വേണ്ട വിധത്തിൽ മക്കളെ, കുഞ്ഞെ, നീ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്, നീ ദൈവത്തിൻ്റെ കുഞ്ഞ് എന്നതുപോലെയാണ് വളരേണ്ടത്. നീ ശക്തനാവേണ്ടത്, അല്ലെങ്കിൽ ശക്തയാകേണ്ടത് ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ കൃപയിലും ആണെന്ന ഒരു റൈറ്റ് ഡയറക്ഷൻ നമുക്ക് എപ്പോഴും നൽകാൻ സാധിക്കണം എന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. നീ ആർക്ക് സമർപ്പിക്കപ്പെട്ടതുപോലെയാണ് ജീവിക്കുന്നത്? നിന്റെ മക്കളെ നീ ആരുടെ മുൻപിലാണ് സമർപ്പിച്ചിരിക്കുന്നത്? കണ്ണുകളടക്കം. നമുക്ക് ഈ പ്രഭാതത്തിൽ, ഈ തിരുനാളിൻ്റെ വെളിച്ചത്തിൽ അനുഭവിക്കാനുള്ള മേഖലകൾ, നമ്മൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായിരുന്നിട്ടും
ലോകത്തിന് സമർപ്പിക്കപ്പെട്ടവർ എന്നതുപോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പരക്കം പായുകയും ആകുലപ്പെടുകയും ഭാരപ്പെടുകയുമൊക്കെ ചെയ്ത സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. അതുപോലെ ചില സമയങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ച് ദൈവ കേന്ദ്രീകൃതമായി വളർത്തിയതുപോലെ വളർത്തുന്നതിൽ നമുക്ക് വന്നു പോകുന്ന പരാജയങ്ങളെ ഓർക്കുകയും അനുതപിക്കുകയും ചെയ്യാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് പാപപരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.